വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടി 12 വയസ്സുകാരൻ. കൈയും കാലും ബന്ധിച്ച് വേമ്പനാട്ടുകായൽ 7 കിലോമീറ്റർ കടന്ന് ചരിത്രം കുറിച്ചത് 7ാം ക്ലാസ് വിദ്യാർത്ഥിയായ അമിനാണ്. 1 മണിക്കൂർ 17 മിനിറ്റ് നീണ്ടുനിന്ന സാഹസിക യാത്രയെ സ്വീകരിക്കുവാൻ നിരവധി ആളുകളുണ്ടായിരുന്നു. ഉദ്ഘാടനം MLA ആന്റണി ജോൺ നിർവഹിച്ചു. കോതമംഗലം മാതിരപ്പിള്ളി വെള്ളക്കാമറ്റം അമിൻ ബാബുവിന്റെയും ബെനിലയുടെയും മകനും തൊടുപുഴ ദി വില്ലേജ് ഇന്റർനാഷണൽ സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയുമായ അസ്ഫദിയാൻ അമിൻ ആണ് 1 മണിക്കൂർ 17 മിനിറ്റ് കൊണ്ട് കൈയും കാലും ബന്ധിച്ച് നീന്തി കടന്നത്. ആലപ്പുഴ ജില്ലയിലെ വൈക്കം ബീച്ച് വരെയുള്ള 7 കിലോമീറ്റർ നീന്തിയാണ് വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം പിടിച്ചിരിക്കുന്നത്. കൈയും കാലും ബന്ധിച്ച് 7 കിലോമീറ്റർ നീന്തി കടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടി കൂടിയാണ് അസ്ഫദിയാൻ. കോതമംഗലം ഡോൾഫിൻ അക്വാട്ടിക് ക്ലബിലെ ബിജു തങ്കപ്പനാണ് പരിശീലകൻ. അരൂർ MLA ദലീമ ജോജോ, പഞ്ചായത്ത് പ്രസിഡന്റ് TS സുധീഷ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഹരികുമാർ എന്നിവരുടെ സാന്നിധ്യത്തിൽ നീന്തൽ ഫ്ലാഗ് ഓഫ് ചെയ്തു. നീന്തൽ വിജയകരമായി പൂർത്തിയാക്കിയ അസ്ഫറിന്റെ കൈകാലുകളിലെ ബന്ധനം കോതമംഗലം MLA ആന്റണി ജോൺ ഉദ്ഘാടനം ചെയ്തു. വൈക്കം ബ്ലോക്ക് പ്രസിഡന്റ് KK രഞ്ജിത്തിന്റെ അധ്യക്ഷതയിൽ മുൻ നഗരസഭാ ചെയർപേഴ്സൺ സിന്ധു ഗണേഷ്, വാർഡ് കൗൺസിലർ പ്രവീണ, മുൻ ഇന്ത്യൻ നീന്തൽ താരം GP സേനകുമാർ, സ്കൂൾ പ്രിൻസിപ്പൽ ജേക്കബ് സ്കറിയാസ്, പരിശീലകൻ ബിജു തങ്കപ്പൻ എന്നിവർ സംസാരിച്ചു. 14ാമത് കുട്ടിയാണ് ഈ സാഹസിക ദൗത്യം വളരെ വിജയകരമായി പൂർത്തീകരിച്ചുകൊണ്ട് ഇക്കരയ്ക്ക് ഇപ്പോൾ നീന്തി കയറിയിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. ഉഴിച്ചിൽ, ലൂംബ സ്പോണ്ടിലൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഡിസ്ക് ബൾജിംഗ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ ചികിത്സിക്കാൻ വിദഗ്ധരായ ഡോക്ടർമാർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ.